മാത്സ് പോവാണ്, വഴക്കുണ്ടാക്കി പോവാന്ന്. ഞാൻ പറഞ്ഞേ അവരോട് പോയി കിടന്നോളാൻ പറഞ്ഞു. പിന്നെയും തിരിച്ചു വരുവാണോ? ഇതെന്നേതാ? എനിക്ക് ഉറങ്ങണ്ടേ? നീ പോയി കിടന്നോ, ചെല്ലേ, അപ്പുറം പോയി കിടന്നോ. എനിക്ക് ഉറങ്ങണം മാത്സ്. എൻ്റെ പരിപാടി ഇതാട്ടോ. ഞാൻ വന്നു കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇങ്ങനെ വന്നിട്ടിങ്ങനെ ഒട്ടി ഇരിക്കും. ഞാൻ കൂടെ കിടത്തൂല കേട്ടോ. മൈൻഡ് ചെയ്യുന്നുണ്ടോ എനിക്ക്? ഞാൻ കേട്ടിട്ടേ ഇല്ല എന്നുള്ള ഭാവത്തിലായിരിക്കുന്നു. ഞാൻ കേട്ടിട്ടേ ഇല്ല കേട്ടോ. എന്തോ എന്നെ അവിടെ ആരോ വിളിച്ച പോലെ ആവട്ടെ വെറുതെ ഇറക്കി വിടുമെന്ന്. അപ്പം അവനെ പിടിക്കാൻ വരുമ്പോഴത്തേക്കും കൊണ്ടുവിടാൻ വരുമ്പോഴത്തേക്കുമാണ് അവൻ്റെ എന്താണ് മാത്സ്? ഉമ്മയൊന്നും നിന്നിട്ട് കാര്യമില്ല, വാലാട്ടിട്ടും കാര്യമില്ല കേട്ടോ. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, എനിക്ക് കിടന്നുറങ്ങണം. ഇവനുണ്ടല്ലോ കൂടെ കിടക്കണതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇവൻ അവിടെയാണ് ഇവിടെയാണ് അറിയാം. നമ്മൾ കാലൊക്കെ എടുക്കുമ്പോഴേ ഇവൻ്റെ ദേഹത്ത് ടച്ച് ചെയ്ത് പോലോ എന്നുള്ള പേടിയുണ്ട്. പിന്നെ അത്ര കംഫർട്ടബിളായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റിയില്ല. ഇങ്ങനെ കിടക്കുക കണ്ടോ, ഒന്ന് കിടക്കുന്നുണ്ടോ കണ്ടോ. ഇതാണ് ഇവിടുത്തെ പരിപാടി. ഇങ്ങനെ വന്നിങ്ങനെ കിടക്കും. എഴുന്നേക്ക, പൊക്കോ, അവൻ്റെ കൂടെ പോയി കിടന്നോ. ചെല്ലാം, അവൻ്റെ കൂടെ പൊയ്ക്കോ, കൊണ്ടുവയ്ക്കോ. അപ്പൂ കൊണ്ടുവയ്ക്കോ, അപ്പൂനെ കൊണ്ടുവയ്ക്കോ. പൊക്കോടെ മാച്ച്. പോകുന്നില്ലേ? ഇതാണ് ഇവിടുത്തെ പരിപാടി കണ്ടോ. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ഉണ്ടേ പറയണം കേട്ടോ. കണ്ടോ ചുരുണ്ട് കൂടി അങ്ങ് കിടക്കുക. അയ്യോ, ഒട്ടും വയ്യ, മനസ്സിന് ഒട്ടും വയ്യ, തീരെ വയ്യാന്നുള്ള രീതിയിലാണ് കിടക്കുന്നത്. അനങ്ങാതെ കിടക്കുന്നത് കണ്ടോ. കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ എന്ത് പാവാണ്. എന്ത് പാവാ ഇത്. എന്താ എന്താ മച്ച? പൊയ്ക്കോ, പോകുന്നില്ലേ? ഞാനൊന്ന് ചെരിഞ്ഞ് കിടന്ന അന്നേരത്തേനും കണ്ടോ വെച്ചു. അവനവിടെ ഇരിപ്പുണ്ട്, പൊക്കോ, അവൻ്റെ കൂടെ പൊയ്ക്കോ, ചെല്ല്, അവൻ്റെ കൂടെ പൊയ്ക്കോ. അതാരാ ക്യാമറ കാണുന്നത്? മാത്സാണോ? മാത്സിനെയാണോ ഈ ക്യാമറയിൽ കാണുന്നത്? നോക്കുന്നുണ്ട് കേട്ടോ, ക്യാമറയിലേക്കാട്ടോ നോക്കുന്നത്. എന്താ മോനെ? ഇങ്ങനെ കിടക്കണം, ഇങ്ങനെ കിടന്നോളൂ, ഒരു കുഴപ്പമില്ല, സമാധാനമായിട്ട് സൈഡിൽ പോയി കിടന്നോളൂ, ഭിത്തിയിലായി കയറുന്ന കിടന്നോളൂ. പക്ഷെ എനിക്കിത്ര ഉറപ്പായിട്ട് കിടക്കാൻ പറ്റില്ല. ഞാൻ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് കിടക്കുമ്പോഴത്തേക്കും അവനെ ചവിട്ടി പോയോ എന്ന് പേടിച്ചിട്ട്. കണ്ട മെച്ചോ, ഒരു എന്നാ അപ്പൂയെ ഒരുമ്മാന്നേ. അയ്യോ, അത് മാത്രം സഹിക്കൂല. അവൻ തന്നില്ലെങ്കിലും അപ്പൂവിനോട് തരരുത്, അതാണ് അവൻ്റെ ഇത്. കണ്ടോ കുശുമ്പിനെ കയ്യും കാലും വെച്ച സാധനമാണിത്. അവനോട് ഉമ്മ ചോദിച്ചപ്പോൾ അവൻ തന്നില്ലേ. എന്നിട്ട് ഞാൻ അപ്പൂവിനോട് ചോദിച്ചപ്പോൾ അത് ഓടി വന്നതായിരുന്നു. വീണ്ടും അപ്പൂന് പോയി ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് വന്നു. നീ പൊക്കോടെ വേണ്ടാന്ന് പറഞ്ഞിട്ട് അവന് സോപ്പിട്ടിട്ട് വന്നതാ അല്ലേ. അപ്പൂനെ പോയി സോപ്പിട്ടിട്ട് ഇപ്പം ഇങ്ങനെ വന്ന കേട്ടോ. അവനും പോയി ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ടാ വന്നേ കക്ഷി. ഇനിയിപ്പോൾ അവനെങ്ങനെ ഉമ്മ വെച്ചാലോ എന്ന് വിചാരിച്ചിട്ട്. ഒരുമ്മ വരുമോ മാച്ചേ? ഒരുമ്മ വരുമോ? ഫോണിപ്പോൾ താല്പര്യം. ഒരുമ്മ വരുമോ? ഒരുമ്മ വരുമോ? താങ്ക് യു കേട്ടോ. ഓക്കെ ആണേ, സ്നേഹമൊക്കെ ഓക്കെയാ. മതി സ്നേഹിച്ചത്. എന്താ തൂത്തു കൊടുക്കാനാ? കണ്ടോ, കൈ കയറി അങ്ങ് പിടിക്കും. ഇതാണ് ഇവിടുത്തെ. കണ്ടോ, കൈ കയറി അങ്ങ് പിടിക്കും. അതിന് അവൻ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവൻ സാധിക്കാൻ വേണ്ടിയിട്ട് അവൻ കൈ കയറി പിടിച്ചിട്ട് അവൻ കൈ അവിടെ കൊണ്ടുവയ്ക്കും. എന്നിട്ട് ഇങ്ങനെ കിടക്കുക. എന്നാ പൊയ്ക്കോ, ഗുഡ് നൈറ്റ്. പൊയ്ക്കോടാ. കണ്ടോ,
സോപ്പാണ് ഉമ്മ വെച്ച്. നിങ്ങളുടെ വീട്ടിലും ഇതുപോലെ ഉണ്ടാവുമല്ലോ അല്ലേ? ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് കുളിച്ചിട്ട് പോലും ഇല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് കുളിക്കണം, ഡ്രസ്സ് മാറണം, എനിക്ക് എന്തോരം പരിപാടിയുണ്ട്, നാളത്തെ കാര്യങ്ങൾ എഴുതാനുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതിനിടയ്ക്കാണ് ദൈവനെ കൊണ്ട്. പക്ഷെ എൻ്റെ ഒരു കൂടെ ഒരു 5 മിനിറ്റ് ഇരിക്കും സംഭവം. ഇരുന്നിട്ടാണ് പിന്നെ കേട്ടോ മൂലയിൽ കിടക്കുക. മൂലയിൽ കിടന്നു കഴിഞ്ഞാൽ അവനെ എടുത്തിട്ട് പോകില്ലെന്നാ വിചാരം. ഇത്ര അറ്റത്ത് വന്ന് കിടക്കുമ്പോൾ എടുത്തിട്ട് പോകില്ലെന്നാ വിചാരം. എടുത്തേ പൂവിനെ എടുത്തോ. ചെല്ല് പൊക്കോ, ചെല്ല്. കണ്ടോട്ടോ പോവൂല, കണ്ടോ അയ്യോ പോവൂല. ചെല്ല് പൊക്കോ. ബലം പിടിച്ച് കിടക്കുവാ കണ്ടോ, ഭയങ്കര ബലം പിടിച്ച് അവനോടെ കിടക്കണത്. വലിച്ചെടുത്തോ. ഇല്ല നിന്നെ കാണിക്കൂല. അപ്പൂന് വീഡിയോയിൽ വരുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ 10ാം ക്ലാസ്സല്ലേ, അത് കാരണം. പൊക്കോ, ബലം പിടിച്ച് കിടക്കുക. ടാറ്റ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പൊക്കോടാ, എടുത്തിട്ട് പൊക്കോടാ. പൊക്കോ. കേട്ടോ വലിച്ചെടുത്തിട്ടാവണം, വലിച്ചെടുത്തിട്ട് കേട്ടോ. ഇങ്ങനെ വേണം അവനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ. അപ്പോൾ ഓക്കെ, ടാറ്റ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കൊണ്ടുപോയിക്കോടാ. ഓക്കെ, വാലടച്ചാലേ ഒന്നും പറയണ്ട. നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ നമ്മൾ കുറച്ച് സമയം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. ഇരിക്കുന്നത് മുഖത്ത് കുരുക്കളൊക്കെ വന്നു തുടങ്ങി. ഒന്ന് ശ്രദ്ധിക്കണം. പൊടിയുടെ അലർജി കാരണം വരുന്നതാണ് കേട്ടോ. നിറയെ ഉണ്ട്. ഇനി ഇതിനെ ഒന്ന് ശ്രദ്ധിക്കണം, എന്നാലേ അതൊന്ന് റെഡി ആവുള്ളൂ. കുറച്ച് നാളായിട്ട് ഒരു ശ്രദ്ധയും കാര്യങ്ങളും ഒന്നുമില്ല ഗൈസ്. അതുകൊണ്ട് എല്ലാവരും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ബൈ.